ഗുജറാത്ത് കലാപം ഈ രാജ്യത്ത് ഉണ്ടായൊരു റിയാലിറ്റി അല്ലേ? അത് പറയുമ്പോൾ അവർക്ക് ഭയം ഉണ്ടാകുന്നത് സ്വാഭാവികതയല്ലേ? അവർക്ക് ഭയം ഉണ്ടാകണ്ടേ? ഗുജറാത്ത് കലാപം ഇല്ല എന്ന് പറയാൻ പറ്റുമോ? ഗുജറാത്തിൽ കലാപം ഉണ്ടായി. ആരാ കാരണക്കാരൻ? ബജറംഗി എന്ന് കേൾക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇവരുടെ നേതാവായ ബജറംഗി ഇവർക്ക് ഓർമ്മ വരുന്നത്? വേറെ ആർക്കും പൊള്ളുന്നില്ലല്ലോ. എന്തുകൊണ്ടാണ് ഇവർക്ക് പൊള്ളുന്നത്? ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ കോൺഗ്രസ് വിമർശനം നടത്തുന്നുണ്ട് എന്ന് കരുതി ഞങ്ങൾക്ക് ആർക്കും പൊള്ളിയില്ലല്ലോ. കാരണം അതൊരു സിനിമയായി, അതിൻ്റെ സിനിമയിലൂടെ അവർ പറയുന്നുണ്ടല്ലോ, അത് ഞങ്ങൾക്ക് പൊള്ളില്ല. പക്ഷെ ഇവർക്ക് പൊള്ളുന്നത് യാഥാർത്ഥ്യമായതുകൊണ്ടാണ്. ഇവർ അവാസ്തവമായ കേരള സ്റ്റോറി ഇറക്കിയില്ലേ? പ്രൊപ്പഗൻഡ ഫിലിം എന്നാണ് കേരള സ്റ്റോറിയിലൂടെ മലയാളി അതാണ്. ഇവർക്ക് തെളിയിക്കാൻ പറ്റിയിട്ടുണ്ടോ? ഇനി തിരിച്ച് ഈ സിനിമയ്ക്കെതിരായിട്ട് ഇവർ പറയുന്ന ഏതെങ്കിലും ഒരു വാദം ഇവർക്ക് തെളിയിക്കാൻ പറ്റുന്നുണ്ടോ? അന്തരീക്ഷത്തിലേക്ക് കുറേ വിഷം ഇങ്ങനെ വമിപ്പിക്കുന്നു എന്നതിനപ്പുറം അന്തരീക്ഷത്തിലേക്ക് മതസൗഹാർദ്ദത്തിന്റെ പൊതുമണ്ഡലത്തിലും മലീമസമാക്കുന്നു എന്നതിനപ്പുറം വേറെ എന്തെങ്കിലും ഇവർക്ക് ചെയ്യാൻ കഴിയുന്നുണ്ടോ? ഈ ലാലേട്ടന് കൊടുത്തിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ, ആർക്കും ആകാൻ പറ്റുന്ന BJP പ്രസിഡന്റ് പദവിയല്ല ഇവർക്ക് തോന്നുമ്പോൾ തിരിച്ചെടുക്കാൻ. ലെഫ്റ്റനന്റ് കേണൽ എന്ന് പറഞ്ഞാൽ RSSന്റെ കേണലിനല്ല, അത് ഇവർക്ക് തെറ്റിദ്ധാരണ ഉണ്ടായതാണ്. ലാലേട്ടന് രാജ്യം കൊടുത്തതാണ് ലെഫ്റ്റനന്റ് കേണൽ പദവി. അത് തിരിച്ചെടുക്കാൻ പറയുന്നത് ഇവരാരാ? ഹുവാർദേ? ഈ രാജ്യത്തിന്റെ മുഴുവൻ പിന്നെ ആധാരവും കൊണ്ടുവന്ന RSSന്റെ ഏതെങ്കിലും കാര്യമായിട്ട് നമ്മൾ പണയം വെച്ചിരിക്കുകയാണോ? അങ്ങനെ രാജ്യത്തിന്റെയോ മതത്തിന്റെയോ ചില RSS നേതാക്കന്മാർ പറയുന്നുണ്ട് ഹിന്ദു മതത്തിനെതിരെ. എന്ത് ഹിന്ദു മതത്തിനെതിരെ? ഹിന്ദു മതത്തിന്റെ മൊത്തപ്പേറവകാശമൊന്നും അട്ടിപ്പേറവകാശമൊന്നും RSSകാരൻ ഏറ്റെടുക്കണ്ട. മതത്തിന്റെ അട്ടിപ്പേറവകാശമൊന്നും RSSന് ഈ രാജ്യത്ത് ആരും കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ഹിന്ദുവിനെതിരായിട്ടൊന്നും വന്നിട്ടില്ല, RSSനെതിരായിട്ട് വന്നിട്ടുണ്ട്. അത് വന്നിട്ടുണ്ട്, പൊള്ളിയിട്ടുണ്ടെങ്കിൽ അതങ്ങ് തൂത്തോണ്ടാ മതി. അതായത് ഈ ഗോത്രയിലെ ട്രെയിൻ തനിയെ കത്തുന്നതായിട്ട് ആദ്യം കാണിക്കുന്ന സിനിമയിൽ എന്നുള്ളതാണ് വലിയ വിമർശനമായിട്ട് ആളുകൾ കൂടുതലായിട്ടും പറയുന്നത്. അപ്പോൾ അങ്ങനെ തന്നെയാണോ? എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഈ ട്രെയിൻ തനിയെ കത്തുകയായിരുന്നോ? അതായത് ഗോത്ര സംഭവത്തെ പറ്റിയിട്ട് ഒരു കമ്മീഷന്റെ അന്വേഷണം ഉണ്ടായിരുന്നു. ആ റിപ്പോർട്ട് അങ്ങ് വായിച്ചിട്ടുണ്ടോ? എന്താ അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ടിൽ എന്താ വന്നിരിക്കുന്നത്? എന്താണ് ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനം? എന്താണ് അങ്ങ് പറയൂ. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനം അങ്ങ് പറയൂ. അതായത് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഈ ഗോത്ര ഇതുമായി ബന്ധപ്പെട്ട്, തീ പിടിച്ചതുമായി ബന്ധപ്പെട്ടിട്ട് അവിടെ നടത്തിയ അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ട് എന്താണ്? RSSന്റെ ഒരു ആരോപണം ഉണ്ടായിരുന്നു. RSS ആരോപിച്ചു പുറത്തു നിന്ന് ഈ പെട്രോൾ പോലെയുള്ള എന്തോ ഒരു ഇന്ധനം, അത് നിറച്ച തുണി ട്രെയിനിലേക്ക് വലിച്ചെറിഞ്ഞിട്ടുണ്ടായിട്ടുള്ള തീപിടുത്തമാണ് എന്നായിരുന്നു RSSന്റെ ആരോപണം. അതിന്റെ പേരിലാണല്ലോ അവിടുത്തെ സാധുക്കളായിട്ടുള്ള മുസ്ലിം സഹോദരങ്ങളെ കൊന്നൊടുക്കിയത് RSSകാർ. പക്ഷേ ആ അന്വേഷണ കമ്മീഷൻ എന്താ പറയുന്നത്? അങ്ങനെ യാതൊരു തരത്തിലുമുള്ള ഇന്ധനത്തിന്റെ സാന്നിധ്യം, പെട്രോൾ അടക്കമുള്ള കെമിക്കൽ ഇന്ധനങ്ങളുടെ സാന്നിധ്യം അവിടെ കണ്ടെത്തുന്നതിനകത്ത് കമ്മീഷനില്ല എന്ന് പറഞ്ഞു. RSSന്റെ പ്രൊപ്പഗൻഡയാണോ കമ്മീഷന്റെ റിപ്പോർട്ടാണോ നമ്മൾ വിശ്വസിക്കേണ്ടത്? നിങ്ങളില്ലാത്ത ഒരു കാര്യത്തെ പറഞ്ഞിട്ട് പച്ചവെള്ളത്തിന് തീപിടിപ്പിക്കുക നമ്മൾ പറയും. നിങ്ങൾ പച്ചവെള്ളത്തിന് തീപിടിപ്പിക്കാനല്ലേ ശ്രമിച്ചത്? കമ്മീഷൻ ഇല്ലാത്ത കണ്ടെത്തലിന്റെ പേര് പറഞ്ഞിട്ടല്ലേ നിങ്ങൾ ആ നാട്ടിലെ സാധാരണക്കാരായ മുസ്ലിം സഹോദരങ്ങളെ കൊന്നൊടുക്കിയത്? ഞങ്ങൾക്ക് നഷ്ടമായത് ഞങ്ങളുടെ ഒരു ലോക്സഭാ മെമ്പറെയാണ് ഞങ്ങൾക്ക് നഷ്ടമായത്. അവിടുത്തെ സാധു മനുഷ്യന്മാർക്ക് അഭയം കൊടുത്തതിന്റെ പേരിൽ നിങ്ങളൊരു ലോക്സഭാ മെമ്പറെ കൊന്നില്ലേ കോൺഗ്രസിന്റെ? അപ്പൊ അതടക്കമുള്ള നഷ്ടങ്ങൾ ഉണ്ടായിട്ടുള്ള പാർട്ടിയാണ് ഞങ്ങളുടെ പാർട്ടി. ഞാനതിന്റെ രാഷ്ട്രീയമല്ല പറയുന്നത്. ഇല്ലാത്തൊരു സംഭവത്തിന് പച്ചവെള്ളത്തിന് തീപിടിപ്പിക്കാൻ നോക്കുകയാണ്. ഇപ്പോഴും നിങ്ങൾ ചെയ്യുന്നത് തന്നെയാണ്. നിങ്ങൾ തെളിയിക്കുക. പൃഥ്വിരാജിന് IS ബന്ധമുണ്ടെന്ന് തെളിയിക്കുക. വെറുതെ പറയുകയാണ്. ഒരു കഴിഞ്ഞ 10-20 വർഷക്കാലമായി മലയാള സിനിമാ വ്യവസായ മേഖലയിൽ മലയാളത്തിൻ്റെ ഒരു ബ്രാൻഡ് ഐക്കോണായി മാറിയിരിക്കുന്ന പൃഥ്വിരാജിനെ പോലെ നമുക്കെല്ലാവർക്കും അറിയുന്നൊരു അതുല്യ നടൻ, ഒരു സിനിമാ പ്രവർത്തകൻ, അയാൾക്ക് IS ബന്ധമുണ്ട് എന്ത് ഗുരുതരമായിട്ടുള്ള ആക്ഷേപമാണ് നിങ്ങൾ ഉന്നയിക്കുന്നത്? എന്തെങ്കിലും അന്തരീക്ഷത്തിലേക്ക് എറിഞ്ഞ ആ തുപ്പലല്ലാതെ വേറെ എന്തെങ്കിലും തെളിവ് നിങ്ങൾക്കുണ്ടോ? മുരളി ഗോപിക്കെതിരായിട്ട് എന്താ പറയുന്നത്? ഞാൻ ചോദിക്കുന്നത്, പൃഥ്വിരാജിനെതിരായിട്ട് നിങ്ങൾ പറയുന്ന ഗുരുതരമായ ഒരു ആരോപണം, IS ബന്ധമാണ് ആരോപിക്കുന്നത്. നിങ്ങൾക്ക് അതിനെപ്പറ്റി പറയാൻ ഒരു തെളിവുണ്ടോ? വെല്ലുവിളിക്കുക. യുവമോർച്ച എന്ന് പറയുന്ന സംഘടനയ്ക്ക് ഈ നാട്ടിൽ അല്ലെങ്കിൽ വലിയ ക്രെഡിബിലിറ്റി ഒന്നുമില്ല. അതിനെ എനിക്ക് ക്രെഡിബിലിറ്റി വെല്ലുവിളിക്കാൻ കഴിയില്ല. എന്തെങ്കിലും ക്രെഡിബിലിറ്റി ഉണ്ടെങ്കിൽ തെളിയിക്കും. പൃഥ്വിരാജ് സുകുമാരന് IS ബന്ധമുണ്ടെന്ന് എന്തും പറയാമെന്ന
ഇപ്പൊ കഴിഞ്ഞ ദിവസമൊക്കെ മാപ്പ് പറയുന്നത് നമ്മൾ കണ്ടല്ലോ. അതുപോലെ മാപ്പ് പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുന്നല്ലേ? ഉറപ്പല്ലേ. അത് ഞാൻ പറഞ്ഞ ആ യുവമോർച്ച സെക്രട്ടറിയെ ചോദ്യം ചെയ്യണം. അയാളെ ചോദ്യം ചെയ്യണം. IS-ഉമായിട്ട് പൃഥ്വിരാജിന് ബന്ധമുണ്ടെന്ന് പറഞ്ഞാൽ അയാളെ ദേശീയ അന്വേഷണ ഏജൻസി ചോദ്യം ചെയ്യണം. കാരണം ഞാൻ പറഞ്ഞത് കേരളം പോലൊരു നാട്ടിൽ പച്ചയ്ക്ക് വർഗീയത കടത്താനുള്ള ശ്രമം എടുത്ത് ഇന്ന് ഉത്തരവാദിത്തപ്പെട്ട കേന്ദ്രമന്ത്രി കുറച്ച് മുമ്പ് പറഞ്ഞു, നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇത് ബി ജെ പിക്ക് സ്റ്റേറ്റ് പിടിക്കാനുള്ള അവസരമാണെന്ന്. അപ്പം നിങ്ങൾ പറയുന്നത് കള്ളമാണെന്നും ഗുജറാത്തിൽ ആ പാവപ്പെട്ട മുസ്ലിം സഹോദരങ്ങളുടെ വയറ്റത്ത് കത്തി കയറ്റിയതുപോലെ കേരളത്തിന്റെ മതേതര മനുഷ്യന്മാരുടെ മതേതര മൂല്യത്തിലേക്ക് നിങ്ങൾ കത്തി കയറ്റിയല്ലേ? ഗുജറാത്തിൽ ചെയ്തതിന്റെ തനിയാവർത്തനല്ലേ ഇവിടെ ചെയ്യുന്നത്? അവിടെ നിങ്ങൾ കത്തിയെടുത്ത് ചോര പിടിച്ചു. കേരളത്തിന് അതിന് സ്കോപ്പ് ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾ മതേതര മൂല്യമുള്ള മനുഷ്യന്മാരുടെ മതേതരത്വത്തിലേക്ക് നിങ്ങൾ കത്തി കയറ്റുകയാണ്. നിങ്ങൾ പറയുന്ന ഗോദ്ര സംഭവത്തിന് നിങ്ങൾക്ക് പോലും തെളിവില്ലല്ലോ. അന്വേഷണ കമ്മീഷൻ അതിന് തെളിവുണ്ടോ? കോടതിക്ക് മുമ്പാകെ നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇതൊന്നുമില്ലാതെ നിങ്ങളുടെ പ്രൊപ്പഗണ്ട നടപ്പാക്കാനുള്ള മണ്ണല്ല കേരളം. സൗകര്യമില്ല, അത്രേ ഉള്ളൂ. അല്ല, ഞാൻ പറഞ്ഞത് അയാളെ ചോദ്യം ചെയ്യാൻ തയ്യാറാണ്. കേരള പോലീസ് ചോദ്യം ചെയ്യണം. യൂത്ത് കോൺഗ്രസ് പരാതി കൊടുക്കും ഈ വിഷയത്തിനകത്ത്. കേരളത്തിൽ നിന്നുകൊണ്ട് കേരളത്തിന്റെ സെക്കുലർ ഫാബ്രിക്കിനെ തകർക്കാൻ നടത്തിയ ഈ ശ്രമത്തിനെതിരായിട്ട് യൂത്ത് കോൺഗ്രസ് പരാതി കൊടുക്കും യുവമോർച്ച സെക്രട്ടറിക്കെതിരായിട്ട്. അയാളെ ചോദ്യം ചെയ്യണം. അയാൾക്ക് കിട്ടിയ വിവരം എവിടുന്നാണ്? ഇനി ജോർദാനിൽ IS-ഉമായിട്ട് യഥാർത്ഥത്തിൽ ബന്ധം ഇവർക്കാണ് യഥാർത്ഥ ബന്ധമുള്ളത്. അതല്ലെങ്കിൽ ഇയാൾ എങ്ങനെ അറിഞ്ഞത്? അങ്ങനെ കൂടിക്കാഴ്ച ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഇയാൾക്ക് എങ്ങനെ പറയാൻ കഴിയുക? അപ്പൊ ഇയാളെ ആദ്യം ചോദ്യം ചെയ്യണം. ഞാൻ പറഞ്ഞല്ലോ, ഗുജറാത്ത് കലാപത്തിന് സമാനമായ സംഭവമാണ് ഇവിടെ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഗുജറാത്തിൽ ഇല്ലാത്ത സംഭവത്തെ കാണിച്ചൊരു മതസമൂഹത്തെ കൊല്ലാൻ കൊന്നതുപോലെ, അവരെ ഉന്മൂലനം ചെയ്യാൻ ശ്രമിച്ചതുപോലെ കേരളത്തിന്റെ മണ്ണിൽ മതേതരത്വത്തെ, ഇവിടെ ഒരു മതത്തെ അല്ല ഇവരില്ലാതാക്കാൻ ശ്രമിക്കുന്നത്, മതേതരത്വത്തെയാണ്. അതുകൊണ്ട് ലാലേട്ടനും പൃഥ്വിരാജും തുടങ്ങി എല്ലാവരും ആക്രമിക്കുകയാണ്. അവിടെ അവരുടെ ശത്രു മുസ്ലിം സഹോദരങ്ങളായിരുന്നെങ്കിൽ ഇവിടെ അവരുടെ ശത്രു മതേതരത്വമാണ്, മതേതര കേരളമാണ്. അപ്പൊ അതുകൊണ്ട് അത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയും. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.